മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ മാവേലിക്കരയിലെ പ്രത്യേക ജയിലിലെത്തിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കനത്ത പ്രതിഷേധത്തിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലേക്ക് പ്രവേശിപ്പിച്ചത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ മാവേലിക്കരയിലെ പ്രത്യേക ജയിലിലെത്തിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കനത്ത പ്രതിഷേധത്തിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലേക്ക് പ്രവേശിപ്പിച്ചത്. പത്തനംതിട്ട മജിസ്ട്രേറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞതോടെയാണ് രാഹുലിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം മാവേലിക്കര കോടതി പരിസരത്തുള്ള സബ് ജയിലിന്റെ മുൻപിലേക്ക് എത്തിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ച വാഹനത്തിന് മുൻപിൽ നിന്നും പ്രതിഷേധക്കാരെ മാറ്റുന്നതിനിടെ മാവേലിക്കര സ്റ്റേഷനിലെ എസ്ഐ മധുസൂദനൻ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ആർ രമ്യ എന്നിവർക്ക് പരിക്കേറ്റു. പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റുവാൻ പോലീസ് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വാഹനത്തിന് മുൻപിലേക്ക് മുദ്രാവാക്യങ്ങളുമായി എത്തിയ പ്രവർത്തകർ 10 മിനിറ്റ് നേരത്തോളം ശക്തമായി പ്രതിഷേധിച്ച് വാഹനം ജയിലിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തടസ്സപ്പെടുത്തി. പോലീസ് ശക്തമായി ഇടപെട്ടാണ് പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്ന് പോലീസ് വാഹനം സബ് ജയിൽ അങ്കണത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. കോന്നി ഡിവൈഎസ്പി ജി അജയ്നാഥ്, ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാർ, പത്തനംതിട്ട SHO അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലേക്ക് എത്തിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ നീചപ്രവൃത്തിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് കേരളത്തിലെ നടപടിയാണിത്. തീർച്ചയായിട്ടും കേരളത്തെ അഭിമാനകരമായിട്ടുള്ള ഒരു നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എത്രയോ സ്ത്രീകളെ അയാൾ നശിപ്പിച്ചു, എത്രയോ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു, അവരുടെ ഭാവി വഴിയാതരമാക്കി. ഇതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ച് വ്യക്തമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കേരളത്തിലെ ജനങ്ങൾക്കാകെ തന്നെ സന്തോഷമുണ്ട്. നാണം കെട്ട് ജയിലിനകത്തേക്ക് പോകുന്ന ഒരവസ്ഥ വന്നപ്പോഴെങ്കിലും മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പീഡനവീര, നിങ്ങൾ രാജിവെക്കണം. രാജിവെക്കുന്നിടം വരെയും ഡിവൈഎഫ്ഐ പ്രതിഷേധമായി മുമ്പോട്ട് വരുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ പൊതിച്ചോറിനെ ആക്ഷേപിച്ചു. ഞങ്ങൾ ദൈനംദിനമായി മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്ന പൊതിച്ചോറിന് എത്രയോ ആയിരക്കണക്കിന് പൊതിച്ചോറുകളാണ് ഡിവൈഎഫ്ഐ ദൈനംദിനമായി ഈ കേരളത്തിനകത്തുള്ള അങ്ങോളം ഇങ്ങോളമുള്ള മെഡിക്കൽ കോളേജുകൾ വിതരണം ചെയ്യുന്നത്. ആ മെഡിക്കൽ കോളേജുകൾ വിതരണം ചെയ്തിട്ടുള്ള പൊതിച്ചോറിൽ ഒരു 10 എണ്ണമെങ്കിലും നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന MLAക്കോ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഈ കേരളത്തിനകത്തുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അങ്ങനെ ഡിവൈഎഫ്ഐ ആ നിലയിൽ പ്രവർത്തനമായി മുമ്പോട്ട് പോകുമ്പോൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടം, ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കോൺഗ്രസ്. നിങ്ങൾ ഈ നാടിനകത്ത് ദുരിതമുണ്ടായപ്പോ, വയനാട് ദുരിതമുണ്ടായപ്പോൾ ഈ ലോകത്താകെ പിരിച്ചുപിടിച്ചു. ആ പിരിച്ചുപിടിച്ച് 100 വീടും 30 വീടും അങ്ങേയറ്റത്തെ വീടും നിങ്ങൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എവിടെ വീട്? കഴിഞ്ഞ ദിവസം നിങ്ങൾ തറക്കല്ലിടാമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഈ പറയുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി തറക്കല്ലിടുമെന്ന് പറഞ്ഞു. എവിടെ? ഈ ജനുവരി 10-ാം തീയതിയും കഴിഞ്ഞു. ഇങ്ങനെ നാടിനെ ആകെ കുട്ടിച്ചോറാക്കുന്ന, നാടിലെ ജനങ്ങളുടെ ദുരിതത്തിൽ പോലും ഇങ്ങനെ ഫണ്ട് ശേഖരിച്ച് കൊള്ളയടിക്കുന്ന ഈ നിലയിൽ ആർഭാടകരമായി മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം. ഈ പറയുന്ന കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ്. ആ വ്യക്തികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കേരളത്തിലെ ജനങ്ങൾ നേരിടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഈ കേരളത്തിനകത്തെ നിയമസഭയിൽ നിന്ന് പുറത്താക്കുന്നിടം വരെയും രാജിവെക്കുന്നിടം വരെയും ഈ പ്രതിഷേധം തുടരുമെന്ന് മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. CDNet ന്യൂസ്, മാവേലിക്കര.